ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവവും ദശാവതാരം ചന്ദനം ചാർത്തലും 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും 2026 ജനുവരി 10 മുതൽ 20 വരെ നടക്കും. മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള തിരുവോണ മഹോത്സവം പൂർവാധികം ഭംഗിയായി കൊണ്ടാടുന്നു. ദശാവതാരം ചന്ദനം ചാർത്തലും 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നാരായണീയ പാരായണവും ജനുവരി 10 മുതൽ 20 വരെ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്ത കലാപരിപാടികളും നടക്കും. ജനുവരി 20 ചൊവ്വാഴ്ചയാണ് ആഘോഷ ചടങ്ങുകൾ അവസാനിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നതായി ക്ഷേത്രം പ്രസിഡന്റ് ബിജു മുതിരയിൽ, വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ KN, കമ്മിറ്റി അംഗം അനീഷ് KG എന്നിവർ അറിയിച്ചു. ഹരേ കൃഷ്ണ. മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 27ാമത് ഭാഗവത സപ്താഹയജ്ഞവും ആണ്ടുതോറും നടത്തിവരാറുള്ള ദശാവതാരം ചന്ദനം ചാർത്തലും 2026 ജനുവരി 10 മുതൽ ജനുവരി 20 വരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുകയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് കാലങ്ങളായിട്ട് പല വിധത്തിലുള്ള കാര്യങ്ങളും അറിയാവുന്നതാണ് എല്ലാവർക്കും. എങ്കിലും 1500 പരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രം പടിഞ്ഞാറേമന സാക്ഷാൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടാണ് തന്ത്രിസ്ഥാനം. അദ്ദേഹം വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഞങ്ങൾക്കോടുകൂടി സഹകരിച്ചും വളരെ ഭംഗിയായ രീതിയും ഭക്തിയാദരപൂർവ്വം നടത്തിക്കൊണ്ടു പോകുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള ഒരു സജ്ജീകരണം, ഉത്സവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ ജനുവരി 10 തന്നെ വൈകിട്ട് ആചാര്യഭരണമാണ്. ആദ്യത്തെ സർവശ്രീ കല്ലമ്പള്ളി ജയൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹത്തിൻ്റെ ആചാര്യൻ. ബ്രഹ്മശ്രീ ശബരിമല ഗുരുവായൂർ മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയുമായിട്ടുള്ള ബ്രഹ്മശ്രീ പടിഞ്ഞാറമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി തുടങ്ങി വയ്ക്കുകയാണ്. അടുത്ത 10 ദിവസങ്ങളായി ഉത്സവം വളരെ ഗംഭീരമായി ഓരോ ദിവസവും സപ്താഹത്തെ തുടർന്ന് രുക്മിണി സ്വയംവരം, 15-ാം തീയതിയാണ് രുക്മിണി സ്വയംവരം. അതും വളരെ ഭക്തിയാപൂർവ്വം ഭംഗിയായിട്ട് തന്നെ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. 17-ാം തീയതി സപ്താഹത്തിൻ്റെ സമർപ്പണവും അതോടുകൂടിയിട്ട് സപ്താഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സമാപ്തിയാവുകയാണ്. തുടർന്ന് 18, 19, 20 ദിവസങ്ങളും ആയിട്ട് ഉത്സവം വളരെ കെങ്കമമായിട്ട് നടത്തുകയാണ്. 20-ാം തീയതിയാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പരിപൂർണമായിട്ടുള്ള എല്ലാ നവകം പഞ്ചഗവ്യം ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള പൂജകളും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും എല്ലാ വിധത്തിലും വളരെയധികം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെയധികം അനുഗ്രഹം ഭഗവാൻ എല്ലാവർക്കും കൊടുത്തതായിട്ടാണ് പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള നമ്മുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ എല്ലാവരുടെയും നിശ്ചയമായ സഹകരണം വളരെ ഞങ്ങൾക്ക് ഇതൊരു അസറ്റായിട്ട് കരുതിക്കൊണ്ട് പോകുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് തോന്നലുണ്ടാകുന്നത്. കഴിഞ്ഞ 27 വർഷമായിട്ട് ഓരോ ഭരണസമിതി ഇങ്ങനെ വന്ന് അതനുസരിച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും ദിനം പ്രതി ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യമായ രീതിയിൽ തന്നെ കാണാൻ പാകത്തിനുള്ള ഓരോ അനുഭവങ്ങളും തരുന്നുണ്ട്. എല്ലാം ജഗദീശന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ സംരംഭത്തിലേക്ക്, ഈ ഉത്സവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ആണ്ടുതോറും നടത്തിവരാറുള്ള ദശാവതാരം ചന്ദനം ചാർത്തലും തിരുവോണ മഹോത്സവവും ഏറ്റവും ഭംഗിയായിട്ട് നാളെ മുതൽ ജനുവരി 10 മുതൽ 20 വരെയുള്ള തീയതിയിൽ നമ്മളിവിടെ കൊണ്ടാടുകയാണ്. വിഭിന്നങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഈ 11 ദിവസവും ഭക്തജനങ്ങൾക്കായിട്ട് ക്ഷേത്ര ട്രസ്റ്റ് ഭരണസമിതിയും ഉത്സവ കമ്മിറ്റിയും കൂടി ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ജനങ്ങൾക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ നേരവും അന്നദാനത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 11 ദിവസവും ഈ നാട് മുഴുവൻ ഉത്സവലഹരിയിലാക്കാൻ പാകത്തിനുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഏറ്റവും ആദ്യ ദിവസം തുടങ്ങുന്ന ഭജന മുതൽ 5:45 ഒരു മന്നം ബാലസമാജം അവതരിപ്പിക്കുന്ന രാധാമാധവം ഭജൻസിൻ്റെ ഭജനമിൽ തുടങ്ങി അന്ന് ക്ഷേത്രത്തിലെ 27ാമത് സപ്താഹയജ്ഞത്തിന് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തുന്നത് മുതൽ തുടങ്ങിയാൽ അവസാന ദിവസം വരെ വിഭിന്നങ്ങളായ പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും തിരുവാതിരക്കളി മുതൽ കൈകൊട്ടിക്കളി മുതൽ ഡബിൾ തായമ്പക അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും എല്ലാ ദിവസവും നമ്മൾ അരങ്ങേറുന്നുണ്ട്. അതുപോലെ ഏറ്റവും അവസാന ദിവസം ഉത്സവത്തിന് നമുക്ക് സാക്ഷാൽ
ADGP നമ്മുടെ കേരള പോലീസ് ADGP ശ്രീജിത്ത് സാറ് ഇവിടെ എത്തി ഒരു പ്രഭാഷണം നടത്തുവാൻ ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ക് ഗാനമേളകൾ, പല ദിവസങ്ങളിലായി ട്രാക്ക് ഗാനമേളകൾ, ഭക്തി ഗാനമേളകളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അവസാന ദിവസം കോട്ടയം സംഗീതിക കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നു. അതുപോലെ മേള പ്രമാണി ചോറ്റാനിക്കര വിജയന്മാരാർ അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം നമ്മൾ ഉത്സവ ദിവസം ഇവിടെ ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഈ നാട് മുഴുവൻ ഭക്തജനങ്ങളെ ഈ തൃക്കയിൽ ക്ഷേത്രത്തിലേക്ക്, ഭഗവാന്റെ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും എത്തിച്ചേർന്ന് തൃക്കയിലെ ഉത്സവം നമുക്ക് ഭംഗിയായി കൊണ്ടാടണമെന്ന് മാത്രം എല്ലാവരോടും നമ്മൾ ഭഗവത് നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ക്ഷേത്രത്തെ പറ്റി നമുക്ക് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പരിസരവാസി എന്നുള്ള നിലയിൽ എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ നമ്മൾ വന്ന് നിരന്തരമായ ഭഗവാനുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം, നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും നമുക്ക് ഭഗവാൻ അതെല്ലാം നിവർത്തിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഏതൊരു ഭക്തരും ഇവിടെ പല ദൂരെ നിന്ന് മുതൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആളുകൾ കാര്യസാധ്യത്തിനായിട്ട്, കുട്ടികളുണ്ടാകാത്ത ആളുകൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്ന് വഴിപാടുകളും, ഇവിടുത്തെ പാൽപ്പായസം വളരെ പ്രധാനമാണ്, ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട പാൽപ്പായസമാണ്. ആ വഴിപാടുകളൊക്കെ നടത്തി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആ വഴിപാടുകളൊക്കെ നടത്തി പോകുന്ന ഭക്തർക്ക് എല്ലാവിധ കാര്യസിദ്ധികളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഭക്തരിവിടെ പറഞ്ഞ് ഞങ്ങളുടെ അറിവിലേക്ക് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാവിധ വഴിപാടുകളും നടത്താനുള്ള സൗകര്യങ്ങളും, അതുപോലെ അന്നദാനത്തിന് ആവശ്യമായ സാധനങ്ങളെല്ലാം സമർപ്പിക്കാവുന്ന രീതിയിൽ അതിനുള്ള സ്റ്റാളും കാര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അന്നദാനം, മഹാദാനം, അതിലേക്ക് പരമാവധി ഭക്തജനങ്ങൾ സഹകരിച്ച് ആ കലവറ നിറയ്ക്കൽ ഇതിൽ പങ്കെടുത്ത് നല്ല രീതിയിൽ എല്ലാ വിധത്തിലും ഈ ഉത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുടക്കുഴ.